ഇന്നത്തെ വീഡിയോ ഒരു 3 ഐറ്റംസ് അൺബോക്സിൻ്റെ റിവ്യൂ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിത് ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറേ കണ്ടിട്ട് അങ്ങനെ അവരുടെ വീഡിയോയുടെ ഹൈലൈറ്റ് കണ്ടിട്ട് അങ്ങനെ എനിക്കൊരു ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് ആയിട്ട് ഞാൻ വാങ്ങിച്ച സാധനമാണ് ഇത് ഞാൻ സലാഡ് അങ്ങനത്തെയൊക്കെ കട്ട് ഫ്രൂട്ട്സ് സലാഡൊക്കെ ബെസ്റ്റ് ആയിട്ടാണ് കേട്ടോ ഈ ഒരു സാധനം. ഇതൊരു കത്തിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ട്രെൻഡിങ് ആയിട്ട് മാറിയിട്ടുള്ള വൈറലായിട്ടുള്ള ഒരു കത്തിയാണ് ഇത് ഫ്രൂട്ട്സ് സലാഡ് മുറിക്കാൻ വേണ്ടിയിട്ട് സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെജിറ്റബിൾസും ഫ്രൂട്ട്സ് കട്ടിങ്ങിനൊക്കെ ബെസ്റ്റ് കത്തിയാണ് കേട്ടോ ഇത്. അതുപോലെ ചീസ് കട്ട് ചെയ്യാൻ അങ്ങനത്തെ കുഞ്ഞി നല്ല അടിപൊളി ഡെക്കറേഷൻ വർക്കിനൊക്കെ ഈ അടിപൊളി കത്തി അടിപൊളിയാണ് കേട്ടോ. ഇതിനൊക്കെ വെറും 100 സംതിങ് രൂപയേ ഉള്ളൂ. പിന്നെ കത്തിയുടെ ക്വാളിറ്റി എനിക്ക് പറയാതിരിക്കാൻ വയ്യ ഗൈസ്, എനിക്ക് നല്ല ഇഷ്ടമായി. പക്ഷെ ഞാനിത് കട്ട് ചെയ്യുമ്പോൾ വീഡിയോ ഇട്ട് തരാം കേട്ടോ. അപ്പം ഇനി അടുത്ത പ്രൊഡക്റ്റ് കാണിച്ചാലോ? അടുത്ത പ്രൊഡക്റ്റ് മീഷോന്ന് തന്നെയാണ് കേട്ടോ. ഈ പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇതൊരു കഫ്താൻ ടൈപ്പ്. ഞാൻ അബായ കുറേ ആയി ചെക്ക് ചെയ്യണം. എനിക്ക് വേണ്ടത് പ്ലെയിനിലായിരുന്നു. പക്ഷെ എന്താണെന്ന് വെച്ചാൽ പ്ലെയിനിലുള്ള അബായ ഞാൻ മീഷോയിൽ ഫ്ലിപ്കാർട്ട് ത്രൂ ഒക്കെ തിരഞ്ഞ്, പക്ഷേ കുറേ സെർച്ച് ചെയ്ത ശേഷമൊന്നും എനിക്ക് കറക്റ്റായിട്ടുള്ള റിസൾട്ടോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല. അങ്ങനെയാണ് ഈ ഒരു വർക്കിലുള്ള ത്രെഡ് വർക്കൊക്കെ വന്നിട്ടുള്ളൊരു എംബ്രോയ്ഡറി വർക്കിൽ വന്നിട്ടുള്ള ഈ ഒരു അബായ എനിക്ക് മീഷോന്ന് കിട്ടിയത്. ഇതേ ഐറ്റം ഫ്ലിപ്കാർട്ടിലും ഉണ്ട്. പക്ഷേ ഫ്ലിപ്കാർട്ടിലൊരു 100 സംതിങ് റേറ്റ് കൂടുതലായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, മീഷോയിൽ ഇപ്പോൾ ഓഫർ നടക്കുന്നുണ്ട്. ആ കാരണം കൊണ്ട് മീഷോയിൽ 400 സംതിങ്ങിന് ഇത് കിട്ടുന്നുണ്ട്. അപ്പോൾ രണ്ടും വേരിയബിൾ ആയിട്ടുള്ള ചേഞ്ചസ് വ്യത്യാസം, അതായത് വിലയിൽ വേരിയബിൾസ് 200 സംതിങ്ങിന് വ്യത്യാസം. അപ്പോൾ നമ്മളെപ്പോലത്തെ സാധാ മിഡിൽ ക്ലാസ് ഫാമിലികൾക്ക് നമ്മൾ ഒരു 10 രൂപ ഈ പൊതുവേ സ്ത്രീകളൊരു പ്രൈസ് ചേഞ്ചിലുള്ള പ്രൈസിലുള്ളൊരു സൈക്കോളജി എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുറത്ത് പോകുമ്പോൾ എത്രയും 10 രൂപക്ക് വില പേശും. പക്ഷേ എന്നാൽ പോലും നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം കണ്ടാൽ അതിന് നമ്മൾ 10 രൂപ പോലും വില പേശാതെ നമ്മളെടുക്കും. അല്ലാതെ നമ്മളൊരു ഓട്ടോക്കോ ഇതിനൊക്കെ പോയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു 30 രൂപ മിനിമം ചാർജ് ഉള്ളിടത്ത് ഇസ്കാൻ നോക്കും, ഒരു 10 രൂപയെങ്കിലും കുറക്ക് വെച്ചിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ പർദ്ദൻ്റെ കഫ്താൻ ടൈപ്പ് പർദ്ദൻ്റെ അടിപൊളി ത്രെഡ് വർക്ക് വരുന്നത്. അപ്പോൾ നല്ല അടിപൊളി ത്രെഡ് വർക്ക് അല്ലേ. അപ്പോൾ നല്ല അടിപൊളി കട്ടിങ് ത്രെഡ് വർക്ക് ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു വി ടൈപ്പ് ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ള. സ്ലീവാണ് കേട്ടോ ഈ കാണുന്നത്. 2 സ്ലീവിൻ്റെ അറ്റത്തും അതേ കട്ടി ടൈപ്പുള്ള ഡിസൈൻ തന്നെ ഉണ്ടോ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുള്ളത്. നല്ല അടിപൊളി ബ്ലാക്ക് അബായാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ എനിക്കിത് ഇഷ്ടമായില്ല, ഞാൻ അത് റിട്ടേൺ കൊടുക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല കട്ടിപ്പുണ്ട് കേട്ടോ, അതുകൊണ്ട് എനിക്ക് ഇടാനും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അത് റിട്ടേൺ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഇനിയൊരു പ്രൊഡക്റ്റും കൂടെ ഉണ്ട് അൺബോക്സ് ചെയ്യേണ്ടത്, ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഫൈനലി എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഒരു വാഷിങ്ങിനൊന്നും എന്തായാലും ഉണങ്ങി കിട്ടാൻ ഈ ഒരു മഴക്കാലത്തെ സീസണിൽ നടക്കൂല ഗൈസ്. അതുകൊണ്ടാണ്. പക്ഷേ ഇടാൻ യൂസിങ് എളുപ്പമാണ് തോന്നുന്നു, പക്ഷേ തിരുമ്പൽ യൂസിങ് ടഫാണ്. അപ്പോൾ അത് അടുത്ത പ്രൊഡക്റ്റ്, ഈ ഒരു പ്രൊഡക്റ്റ് വേണമെങ്കിൽ ശരിക്കും മാജിക്കായിട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അത്ഭുതപ്പെട്ടു. കാരണം അത് റെയ്ഡായിപ്പോയി. കാരണം മീഷോത്തെ ട്രാൻസ്പെറൻറ്റ് പാക്കിങ്ങും ഒന്നും ഇങ്ങനെയല്ല എനിക്ക് കിട്ടാറ്. ഇത് സംഭവം മീഷോത്താണ്. മീഷോയിൽ ഇത് സെയിം പ്രൊഡക്റ്റ് തന്നെയാണോ നോക്കിയപ്പോൾ ഡെലിവേർഡ് ചെയ്യണമെന്നും കാണിച്ചിട്ടുണ്ട്. അപ്പം മാർക്കിടുമാണ്. അപ്പം ഞാൻ നോക്കി, അപ്പോൾ ഇത് പിന്നെ ഇവിടെ നിന്ന് ഞാനറിയാത്ത ആരെങ്കിലും ഓർഡർ ചെയ്താൽ. കാരണം മീഷോത്തെ പുതിയതേ അല്ല. കാരണം രണ്ടും സെയിം സെല്ലേഴ്സിൻ്റെ അടുത്തു നിന്നുള്ള സാധനമാണ്. രണ്ടൊരു പാക്കേജിലാണ് റിസീവ് ചെയ്തിട്ടുള്ളത്. അതിലും പിന്നെ എല്ലാ അത്ഭുതം എന്താണെന്നറിയോ, ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ അയച്ചപ്പോൾ ഇത് ഫസ്റ്റ് ഞാൻ കാണിക്കണ ഈ ഒരു ഐറ്റം ഒരു മോൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അവളൊന്നും പറയും എനിക്കൊന്നുമില്ല ഒക്കെ നിങ്ങൾക്ക് എന്നെ ഉള്ളൂ പറയും. അതുകൊണ്ട് ഓൾക്ക് വേണ്ടി വാങ്ങിച്ചതാണിത്. ഇതൊരു കുപ്പായ കേട്ടോ. ഞാൻ ഒരു സ്കേർട്ടും അതുപോലൊരു സ്കേർട്ട് വെയർ കൊടുത്തതാണ് അവൾക്ക്. പക്ഷേ ഈ ഒരു കുപ്പായത്തിന് എനിക്ക് നല്ല ഇഷ്ടമായിട്ട് കുപ്പായം. പക്ഷെ ഞാനിത് ഈ സെയിം വൈറ്റ് തന്നെ വേറെ ഒന്ന് മീഷോന്ന് ഓർഡർ ചെയ്ത് അത് വരാനിരിക്കുന്നുണ്ട്, ഞാൻ കാണിച്ചുതരാം. അതുകൊണ്ട് ഞാൻ അത് റിട്ടേൺ ആക്കണം. നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ ഈ കുപ്പായത്തിന് കയ്യിനൊക്കെ ഇങ്ങനത്തെ ഒരു സ്ലീവാണ് കേട്ടോ വന്നിട്ടുള്ളത്, നെറിയായിട്ടുള്ള. പിന്നെ കോളറാണ്, ഷർട്ട് ടൈപ്പ് സ്ലീവാണ്. താഴെ ഒരു അലാസ്റ്റിക് ടൈപ്പും വന്നിട്ടുണ്ട്. താഴെ ഉള്ളിലോട്ട് അലാസ്റ്റിക് ചെയ്തിട്ടുള്ള സ്ട്രെച്ചബിൾ ആയിട്ടുള്ള പീസാട്ടോ ഇതിൻ്റെ ഷർട്ട് വെയർ വന്നിട്ടുള്ളത്.
പിന്നെ ഇതാണ് ഞാൻ ഇതിലോട്ട് സ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിച്ചിട്ടുള്ള മിഡി അവൾക്ക് തന്നെ. ഞാൻ കുറേ ആയിട്ട് ഇതിൻ്റെ നൈറ്റി ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക, പക്ഷെ നൈറ്റി എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നൈറ്റ് കഫ്താൻ ടൈപ്പ് മാത്രമേ കാണുള്ളൂ. ഈ ആനിമൽ പ്രിൻറ്റിലുള്ള ഈ ഒരു ഇതൊക്കെ എന്നും ഫാഷനല്ലേ. എത്ര ഇതിൻ്റെയൊക്കെ ഒരു സ്റ്റോക്ക് പോയാലും വീണ്ടും റീസ്റ്റോർ മോഡലായി മാറിക്കൊണ്ടിരിക്കുന്ന ഐറ്റംസിൻ്റെ ടൈഗറിൻ്റെ പ്രിൻ്റൊക്കെ ആനിമൽ പ്രിൻ്റൊക്കെ എപ്പോഴും എന്താ പറയില്ലേ, റണ്ണിങ് സ്റ്റോക്ക് ഔട്ട് ചെയ്യപ്പെടാത്തൊരു ഐറ്റമാണ് അല്ലേ ഫാഷൻ എന്നൊക്കെ. അങ്ങനെ ഇതാണ് ഞാൻ ഇതിലോട്ട് വെയർ ചെയ്യാൻ വിചാരിച്ചിട്ടുള്ള ഈ ഒരു സ്കേർട്ട് ഇട്ടാ. ഇതെങ്ങനെയുണ്ട് ഇതിൻ്റെ കോംബോ മാച്ചിങ് നിങ്ങൾ പറയും. പക്ഷേ ഞാൻ ഈ ഒരു വൈറ്റ് ഷർട്ട് പിന്നെ ഞാനിത് റിട്ടേൺ ആക്കാൻ വേണ്ടി പോവാണ്. പിന്നെ ഈ കുപ്പായത്തിനൊക്കെ വെറും 100 സംതിങ് ഉള്ളൂ, വല്ല റേറ്റ് പോലും ഇല്ല. കാരണം ആദ്യത്തിന് 200 സംതിങ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഓഫർ നടക്കുന്നതുകൊണ്ട് വെറും 100 സംതിങ് ഉള്ളൂ. 123 രൂപക്കൊക്കെ എവിടെന്നെങ്കിലും ഇങ്ങനത്തെ ഒരു നല്ല ഹൈലി ഡിസൈനബിൾ ആയിട്ടുള്ള വെയറിങ്ങൊക്കെ കിട്ടും. നമ്മൾ ഷോപ്പ് പോയാലും കൂടെ നമുക്ക് കിട്ടും. ക്ലോത്ത് നമ്മൾ നോക്കണ്ട, പക്ഷെ എന്നാലും നമുക്ക് ഇങ്ങനത്തെ ഒരു ഫാഷൻ ലുക്കിലുള്ള ഡ്രസ്സ് എന്തായാലും കിട്ടൂല. അപ്പോൾ ഇതാണ് അതിൻ്റെ മിഡി. പിന്നെ അതുപോലെ ഗൈസ് ക്വാണ്ടിറ്റി രണ്ടെണ്ണം എടുത്ത് വാങ്ങിക്കണം. ഇതിലാണ് ഞാൻ പറഞ്ഞ മാജിക് ഉള്ളത്. ഇത് ഞാൻ നോക്കിയപ്പോൾ 2 ഉണ്ട് ക്വാണ്ടിറ്റി. അപ്പോഴാണ് ഞാൻ പെട്ടത്. ഇപ്പോൾ 2 ഞാൻ അപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. 2 പൈസ പ്രീപെയ്ഡ് ചെയ്തിട്ട് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ റിട്ടേൺ ആക്കിയപ്പോൾ ഒരു ചോദിക്കേണ്ട എത്ര എണ്ണമാണ് ക്വാണ്ടിറ്റി. സാധാരണ മീഷോ ബുദ്ധി വെച്ചാൽ, മറ്റേത് മീഷോക്കൊന്നും ബുദ്ധിയില്ലായിരുന്നു ഗൈസ്. ഇപ്പോൾ ഒരു ഇങ്ങോട്ട് ചോദിച്ചാൽ ക്വാണ്ടിറ്റി ഇത്രയും. അപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം 1. അപ്പോൾ ആ 1 പൈസ നമുക്ക് റീഫണ്ട് ആവുള്ളൂ. പണ്ട് നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി ഒരു ചോദിക്കൂല. നമ്മളിപ്പോൾ 2 നമുക്ക് റിസീവ് ചെയ്താൽ നമ്മൾ 1 റിട്ടേൺ കൊടുക്കുമ്പോൾ 1 ക്വാണ്ടിറ്റി മാർക്ക് ചെയ്യാതെ ഓര് തന്നെ എന്ത് ചെയ്യും, നമുക്ക് ഫുള്ള് റീഫണ്ട് കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞാൽ മനസ്സിലായെന്ന് അറിയില്ല. കാരണം നമ്മളിപ്പോൾ 2 പ്രൊഡക്റ്റ് എടുത്ത് അഥവാ പെട്ടാലും, ഇപ്പോൾ നമ്മളറിയാതെ പെട്ടിട്ടാണെന്നുണ്ടെങ്കിലും ആ 2 പ്രൊഡക്റ്റിൽ ക്വാണ്ടിറ്റി മാർക്ക് ചെയ്യാൻ അവർ ചോദിക്കൂല. ആ കാരണത്താൽ നമുക്ക് 1 ആവശ്യമുള്ളെങ്കിൽ 1 നമ്മൾ എടുത്ത് വെച്ചിട്ട് മറ്റേ നമ്മൾ തിരിച്ച് റിട്ടേൺ കൊടുക്കുമ്പോൾ ആ 2 എമൗണ്ട് റീഫണ്ട് ആവും നമ്മൾ അക്കൗണ്ടിലോട്ട്. പക്ഷേ അതുള്ള സംഭവം ഇതിപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ഫുള്ള് പ്രീപെയ്ഡ് ആട്ടോ. അപ്പോൾ ഇതിപ്പോൾ എങ്ങനെ സംഭവം എന്ന് വെച്ചാൽ മീഷോക്കാർക്ക് ബുദ്ധി വെച്ച്. കാരണം മീഷോയിൽ ഇപ്പോൾ കുറേ കസ്റ്റമേഴ്സിന് കിട്ടിയില്ലേ, ആ വെച്ചിട്ട് അതിപ്പോൾ ഫ്ലിപ്കാർട്ടിനെയും ആമസോണിനും നമ്മളെ തേർഡ് പാർട്ടി ആപ്പുകളിലൊക്കെ കൂടുതലായിട്ട് റൺ ഔട്ട് ചെയ്യണത് ഇപ്പോൾ നമ്മളെ മീഷോ ആണ്. അപ്പോൾ അവർക്ക് ബുദ്ധി വെച്ചപ്പോൾ അവരിപ്പോൾ ക്വാണ്ടിറ്റി ചോദിക്കണേ, അപ്പോൾ അതിൻ്റെ പാതി പൈസ നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ മിഡി. അപ്പോൾ ഈ ഞാൻ ബാക്കിയുള്ള മറ്റേ എക്സ്ട്രാ പീസ് മിഡി ഞാനൊന്നും അയച്ചിട്ടില്ല. അത് അതുപോലെ റിട്ടേൺ കൊടുക്കാനാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. കാരണം അതിൻ്റെ ആവശ്യമില്ല, ഇതെന്നെ സെയിം സാധനമാണ്. അപ്പോൾ പിന്നെ അത് എന്താ പറയുക, അതിൻ്റെ ഫിനിഷിങ് ലുക്കും ഇതൊന്നും കളയണ്ടല്ലോ. അത് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ച സാധനമല്ല. ഇനി അതൊന്ന് നിർത്തി പിന്നെ അതൊന്ന് ജസ്റ്റ് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വെയറിങ്. എങ്ങനെയുണ്ട് കോംബോ മാച്ച് സ്യൂട്ടബിൾ ആയിട്ടുള്ള. അപ്പോൾ എന്തായാലും ഞാനിത് എടുക്കണില്ല, ഞാനിത് റിട്ടേൺ ആക്കുകയാണ്. ഈ ഷർട്ടോ റിട്ടേൺ ആക്കണം. ഇതിൻ്റെ പകരത്തിന് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള ഈ വൈറ്റ് നല്ല അടിപൊളി ഒരു ടോപ്പ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ഈ മെഡിക്ക്. പക്ഷേ പോരാത്തിന് ഒരു മെഡിയും കൂടെ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അത് ഞാൻ വരുമ്പോൾ ഞാൻ കാണിച്ചിട്ടാ. അപ്പോൾ ഈ ഒരു ടീഷർട്ട് റിട്ടേൺ പോവുകയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളോട് പറഞ്ഞ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഇലാസ്റ്റിക് ആയിട്ടുള്ളൊരു നമ്മൾ ഇൻഷെയ്ഡ് ലെവൽക്ക് ഇത് കുട്ടിക്ക് ഇട്ട് കൊടുത്താൽ അത് ഒരു ഇൻഷെയ്ഡ് ലെവൽക്ക് നിൽക്കും. ഷർട്ട് ഉള്ളിലോട്ട് ഫോൾഡബിൾ ആയിട്ട് നിൽക്കും ഇൻഷെയ്ഡ് ടൈപ്പിൽ. അപ്പോൾ നല്ല രസമല്ലേ ഡ്രസ്സ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഞാൻ അവൾക്ക് എടുത്തിട്ടുള്ളത്. പക്ഷെ ഞാൻ ഈ ഒരു 2 വെള്ള വേണ്ടല്ലോ, 1 മാത്രം മതിയല്ലോ വെള്ള ഇതിലോട്ടുള്ള വിയർ ടോപ്പ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആ വെള്ളം എടുക്കുന്നത്. ഈ വെള്ളം എനിക്ക് വലിയ കംഫേർട്ടില്ല. പിന്നെ അതുള്ളൊക്കെ വെള്ളം ഇട്ട് കൊടുത്താൽ നല്ല രസമാണ് കാണാൻ, നല്ല ലുക്കൊക്കെയാണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഒറ്റ റീസണുള്ളൂ, പെട്ടെന്ന് അതിലെന്താ നമ്മളെ കറിൻ്റെയോ അതുപോലെ വേറെയുള്ള ഐറ്റംസിൻ്റെ ഒക്കെ കറ പെട്ടെന്നാക്കും. അതുകൊണ്ട് എനിക്ക് വെള്ളം എടുക്കാനും താല്പര്യമില്ല.